നമസ്കാരം, ഋഷിപ്രപ്നം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നാം അവതരിപ്പിക്കുന്നത് മേടസംക്രമവും അതിന്റെ ഫലങ്ങളുമാണ്. മേടസംക്രമ ഫലവും സംക്രമ ഫലത്തിൽ വരുന്നത് സൂര്യസംക്രമത്തിന്റെ ഫലവും അതേപോലെ തന്നെ ദേവതാ ഉദയത്തിന്റെ ഫലവും പ്രത്യേകമാണ്. മറ്റ് നക്ഷത്ര ഫലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഫലപ്രവചന രീതിയാണ് ഇത്. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോയെ സമീപിക്കുക. 27 നക്ഷത്രങ്ങളുടെയും പ്രത്യേകം അത്തരത്തിൽ സംക്രമ ഫലവും നക്ഷത്ര ഫലങ്ങളും പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പ്രകാരമുള്ള നക്ഷത്ര ഫലങ്ങളും പ്രത്യേകമായിട്ട് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ദേവതാ ഫലവും സംക്രമ ഫലവും നക്ഷത്ര ഫലവും ഒക്കെ പരസ്പരം വ്യത്യസ്തങ്ങളായിരിക്കാം. എല്ലാത്തിലും നല്ലത് വരികയാണെങ്കിൽ അത് ആ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണപ്രദവും, മധ്യമമാണ് എങ്കിൽ അതിനനുസരിച്ചും, ദോഷമാണെങ്കിൽ അതിനനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങളും ചെയ്ത് വരുന്ന ഒരു വർഷക്കാലം മുന്നോട്ട് പോവുക. അതായത് മേടമാസത്തിലെ സംക്രമവും അതിനുശേഷം അടുത്ത മേടം വരെയുള്ള സംക്രമത്തിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 1 തീയതി വിഷു മുതൽ കൊല്ലവർഷം 1202 ആണ്ട് മീനമാസം അവസാനം വരെയുള്ള ഒരു വർഷത്തെ വിഷു സംക്രമ ഫലവും ദേവതാ ഫലവും നക്ഷത്ര ഫലവുമാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. അതായത് 2026 വിഷു മുതൽ അടുത്ത വിഷുവിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ ഫലം. ഇപ്പോൾ നമുക്ക് ചോതി നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് ചോതി നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെ പരിശോധിക്കാം. ചോതി നക്ഷത്രക്കാർക്ക് അന്ത്യശൂലമാണ്. അതുകൊണ്ട് തന്നെ ആയുധം, പക്ഷി, മൃഗ ആദികളാൽ ദേഹത്തിൽ മുറിവ്, രോഗം, ആപത്ത് ഇവയൊക്കെ ഉണ്ടാകാം. ചോതി നക്ഷത്രക്കാർക്ക് ദേവത ബ്രഹ്മാവാണ്. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമാണ്. ഇപ്പോൾ നമുക്ക് ചോതി നക്ഷത്രക്കാരായിട്ടുള്ളവരുടെ വരുന്ന ഒരു വിഷു വർഷക്കാലത്തെ സമ്പൂർണ്ണ ഫലത്തെ നോക്കാം. ചോതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സാമർഥ്യത്തിലും ക്രയവിക്രയങ്ങളിലും ശോഭിക്കുന്നവരും ദാനശീലരുമാണ്. അന്യദേശത്ത് താമസിക്കുന്നവരും ലളിത കലകളിലും ശില്പവിദ്യകളിലും മേൽനോട്ടം വഹിക്കുന്നവരും സ്വജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരുമാണ്. ഈ നാളിൽ ജനിച്ച സ്ത്രീകൾ പതിവ്രതയും സന്താനവതിയും വളരെ ധനികയും പതുക്കെ സഞ്ചരിക്കുന്നവരും കീർത്തിയും ബന്ധുഗുണവും ശത്രുക്കളെ ജയിക്കുന്നവരുമായിരിക്കും. വ്യാഴം ചാരവശാൽ 9-ലും 10-ലും, ശനി 6-ലും, രാഹു 5-ലും സഞ്ചരിക്കുന്ന ഈ വർഷം സുഖവും ധനലാഭവും കാര്യഗുണവും രോഗശാന്തിയും ശത്രുനാശവും സർവ്വ ആദരങ്ങൾക്കും വഴിയൊരുക്കുന്ന പ്രവർത്തികളിൽ ഇടപെടാനുള്ള അവസരങ്ങളും നൽകുന്നതാണ്. വിവാഹം, ഉദ്യോഗം, വിദ്യാഭ്യാസം എന്നിവയും ഫലമായിട്ട് പറയണം. ഏകദേശം 10 വയസ്സ് വരെയുള്ളവർക്ക് ആരോഗ്യ പരിപാലനം മെച്ചപ്പെടുകയും വിദ്യാകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിയുകയും ചെയ്യും. ഭക്ഷണങ്ങൾ പഴകിയത് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. 9 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് ഈ വർഷം ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതാണ്. വിദ്യാഭ്യാസത്തിൽ നല്ല പുരോഗതി ലഭിക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്കും ഈ വർഷം നല്ലതാണ്. 25 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ളവർക്ക് ജീവിത പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നതാണ്. എങ്കിലും ഈ വർഷം ശുഭഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ ജോലിയും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ്. 44 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ളവർക്ക് ഈ വർഷം കുട്ടികളുടെ വിവാഹം, പുതിയ വാഹനം, വീട് ഇവ മോടി പിടിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ പുതിയ വീട് നിർമ്മിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാക്കാം. 61 വയസ്സിന് ശേഷം 68 വയസ്സ് വരെയുള്ളവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള രോഗങ്ങളും ധനനഷ്ടവും ഉണ്ടാകാം. 68 വയസ്സിന് മുകളിലുള്ളവർക്ക് കുടുംബ സജ്ജനങ്ങളുമായി ബന്ധപ്പെട്ട് അഭിവൃദ്ധിയും നല്ല ഭക്ഷണവും നല്ല മംഗളകർമ്മങ്ങൾ നടത്താനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നതാണ്. വ്യാഴം 9-ലും 10-ലുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ശനി 6-ാം ഭാവത്തിലാണ്. ഈ 2 മുഖ്യ ഗ്രഹങ്ങളും അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ ഭാഗ്യപുഷ്ടിയുള്ള കാലഘട്ടം തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നതാണ്. തൊഴിലില്ലാത്തവർക്ക് അർഹതയ്ക്കനുസരിച്ച് ജോലി കിട്ടുന്നതാണ്. പഠന മികവുണ്ടാകുന്നതാണ്. കലാപരമായി വളർച്ചയുടെ കാലമായിരിക്കും. വ്യാപാരം തുടങ്ങാനും നിലവിലുള്ളതിന് പുതിയ ശാഖ ആരംഭിക്കാനും സാധിക്കുന്നതാണ്. സാമ്പത്തികമായി സ്വയം പര്യാപ്തതയിൽ എത്തിച്ചേരാൻ സാഹചര്യമുണ്ടാകും. സ്ഥാനമാനങ്ങൾ ആശിച്ചില്ലെങ്കിൽ പോലും കൈവരുന്നതാണ്. പ്രണയിക്കുന്നവർക്ക് വിവാഹ സാഫല്യവും ഉണ്ടാകുന്നതാണ്.
വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് മാറാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഗാർഹിക അന്തരീക്ഷം സമാധാനപൂർണവും പുതിയ വാഹനയോഗവും ഉണ്ട്. 5-ലെ രാഹുവിന്റെ സഞ്ചാരം ഗുണകരമല്ലാത്ത ശാഠ്യവും പിടിവാശികളും ഉണ്ടാകാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, മാറ്റുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.